ഞാൻ പോയതിൽ ഏറ്റവും ബെസ്റ്റ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെനിക്ക് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ അടയാർ അനന്തഭവൻ അല്ലെങ്കിൽ A2B തന്നെ. പലയിടങ്ങളിലായിട്ട് ഇവർക്ക് ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ട് കേട്ടോ. പക്ഷേ കേരളത്തിൽ ഞാൻ ഇതുവരെ ഒരു അടയാർ അനന്തഭവൻ്റെ റെസ്റ്റോറൻറ്റ് കണ്ടിട്ടില്ല. ഒരിക്കൽ ചെന്നൈ പോയപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ഇവരുടെ റെസ്റ്റോറൻറ്റിനെ പറ്റി കേൾക്കുന്നതും അവിടുന്ന് ഫുഡ് ട്രൈ ചെയ്യുന്നതും. അന്ന് ട്രൈ ചെയ്തപ്പോൾ തന്നെ അവിടുത്തെ ക്വാളിറ്റി ആണെങ്കിലും അവിടുത്തെ സർവീസ് ആണെങ്കിലും ആ ഒരു ആംബിയൻസ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ എവിടെ ഇതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് കണ്ടാലും റെസ്റ്റോറൻറ്റ് കണ്ടാലും ഞാൻ അവിടെ പോകാറുണ്ട്. ഇന്ന് നമ്മൾ പോയിട്ടുള്ളത് ബാംഗ്ലൂരിലുള്ള ഒരു അടയാർ അനന്തഭവൻ ഔട്ട്ലെറ്റിലാണ്. അവിടെ നമ്മൾ ആദ്യം തന്നെ ഓർഡർ ചെയ്തത് 2 ഫിൽറ്റർ കോഫി ആയിരുന്നു. ഫിൽറ്റർ കോഫി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ആ ഒരു ക്വാളിറ്റി എത്രത്തോളാണെന്നുള്ളത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ടേസ്റ്റ് വൈസ് അടിപൊളിയാണ്. 40 റുപ്പീസ് ആട്ടോ ഒരു ഫിൽറ്റർ കോഫിയുടെ ചാർജ് വരുന്നത്. അതിനുശേഷം നമ്മൾ ഒരു പൊറാട്ടയും കുറുമയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു കോംബോ ആയിരുന്നു കേട്ടോ. കറി നമ്മൾ വേറെ പറയുന്നതല്ല. അതിന് 90 റുപ്പീസാണ് ചാർജ് ചെയ്തത്. അങ്ങനെ അതിൻ്റെ ഒപ്പം അവരൊരു സാലഡും തന്നിട്ടുണ്ടായിരുന്നു. ആ പൊറോട്ട കാണുമ്പോഴേ അറിയാം ഭയങ്കര ഫ്ലഫി ആയിട്ട് നല്ല സൂപ്പറായിട്ടുള്ള ചൂട് പൊറോട്ട. പിന്നെ എവിടെ പോയാലും ഗീ റോസ്റ്റ് ഓർഡർ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമാണ്. അങ്ങനെ അവിടെ നിന്ന് നമ്മളൊരു ഗീ റോസ്റ്റ് ഓർഡർ ചെയ്തു. അതിന് 3 ടൈപ്പ് ഓഫ് ചമ്മന്തീസും അതുപോലെ തന്നെ സാമ്പാറും തന്നിട്ടുണ്ടായിരുന്നു. ഗീ റോസ്റ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗീ റോസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ ചമ്മന്തീസും അടിപൊളിയായിരുന്നു. അങ്ങനെ നമുക്ക് ആ ഫുഡ് കഴിച്ചിട്ട് മതിയായില്ല. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു ജീര റൈസും ഒപ്പം തന്നെ നല്ല ബട്ടർ പനീറും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്യാത്തവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. റൈസ് ആൻഡ് ബട്ടർ പനീർ കോമ്പിനേഷൻ ഒരു കിഡിലോസ്കി ഐറ്റം തന്നെയാണ്. ജീര റൈസിൻ്റെ ഒരു ടേസ്റ്റ് പറയുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു ഗീയുടെ ഫ്ലേവറും അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ ഒരുപാട് കിസ്മിസും കാഷ്യൂനട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ സൂപ്പറായിരുന്നു അത്. അതുപോലെ തന്നെ ബട്ടർ പനീർ ആണെങ്കിലും ഒരുപാട് സ്വീറ്റ് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. നമ്മൾ ചിലയിടത്തുനിന്ന് കഴിക്കുമ്പോൾ ഭയങ്കര സ്വീറ്റ്നെസ് ആയിരിക്കും. 230 റുപ്പീസിന് ആ ബട്ടർ പനീർ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്വാളിറ്റി വൈസും സൂപ്പറായിരുന്നു. അങ്ങനെ ടോട്ടൽ നമുക്ക് ഇത്രയും കഴിച്ചിട്ടായത് 721 റുപ്പീസായിരുന്നു.